രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേദസ്യ രഘുനാഥായ നാഥായ സീതായ പതി. വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികൾക്കും മറ്റു പ്രിയമുള്ള എല്ലാ ഭക്തജനങ്ങൾക്കും എൻ്റെ വിനീതമായ നമസ്കാരം ആദ്യം തന്നെ അർപ്പിക്കുകയാണ്. അത്യധികം സന്തോഷമുണ്ട് ഇങ്ങനെ ഒരു പരിപാടിയിലേക്ക് എന്നെ ക്ഷണിച്ചത്. പ്രത്യേകിച്ച് ഗണപതി അമ്പലത്തിലേക്ക് വരിക എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് കാര്യത്തിനും ഇത് ഈ വഴിക്ക് പോയാൽ തന്നെ ഒരു സന്തോഷം മനസ്സിലെവിടേക്കും ഉണ്ടാകുന്ന ഒരാളാണ് ഞാൻ. നിങ്ങളെല്ലാവർക്കും അറിയുന്നതിനേക്കാൾ കൂടുതലായിട്ട് എനിക്കൊന്നും അറിയില്ല സംസാരിക്കാൻ. രാമായണത്തിനെ കുറിച്ചായാലും ഒന്നിനെക്കുറിച്ചും നിങ്ങളൊക്കെ വായിക്കുന്നതൊക്കെ തന്നെ ഞാനും വായിക്കുന്നത്, നിങ്ങൾ കാണുന്ന റീലുകൾ തന്നെ ഞാനും കാണുന്നത്. ഒരു മിനിറ്റിൽ മനസ്സിലാക്കാവുന്ന വിവരങ്ങളാണ്. ഇപ്പോൾ നമുക്ക് മുഴുവൻ പുസ്തകം വായിക്കേണ്ട, ഒരു റീല് കണ്ടാൽ കുറേ കാര്യങ്ങൾ മനസ്സിലാവും. അത്തരം കാര്യങ്ങളൊക്കെ തന്നെ എനിക്കും അറിയുള്ളൂ കേട്ടോ. അതുകൊണ്ട് കൂടുതലായിട്ടൊന്നും സംസാരിക്കാനില്ല. എന്നാലും എല്ലാവരോടും കൂടിയിട്ട് എന്തായാലും നമ്മളിന്ന് തുടങ്ങല്ലേ, അപ്പോൾ നമുക്ക് ഒരുമിച്ചൊന്ന് പാർവതി ദേവി ശിവനോട് ചോദിച്ച മാതിരി ഏറ്റവും ബുദ്ധിമുട്ടുള്ള സഹസ്രനാമം, വിഷ്ണു സഹസ്രനാമം എങ്ങനെയാണെന്ന് ലഘുവായിട്ട് പഠിക്കുക എന്ന് ചോദിച്ചില്ലേ? അപ്പോൾ പറഞ്ഞില്ലേ രാമനാമം ജപിച്ചാൽ മതി എന്ന് പറഞ്ഞില്ലേ? അപ്പോൾ നമുക്കതൊന്ന് ഒരുമിച്ചൊന്ന് ചൊല്ലിയാലോ. ശ്രീരാമ രാമ രാമേതി രമേ രാമേ മനോരമേ സഹസ്രനാമ തത്തുല്യം രാമനാമ വരാനന്ദി. ശ്രീരാമ രാമ രാമേതി രമേ രാമേ മനോരമേ സഹസ്രനാമ തത്തുല്യം രാമനാമ വരാനന്ദി. ശ്രീരാമ രാമ രാമേതി രമേ രാമേ മനോരമേ സഹസ്രനാമ തത്തുല്യം രാമനാമ വരാനന്ദി. അതങ്ങോട്ട് ജപിച്ചു കഴിഞ്ഞാൽ നമുക്ക് എല്ലാം ഒരു സമാധാനം. രാത്രി കിടക്കുമ്പോഴാണെങ്കിലും രാവിലെ എഴുന്നേറ്റ ഉടനെ ഇതൊന്ന് ജപിച്ചു കഴിഞ്ഞാൽ എല്ലാം ജപിച്ച് കഴിഞ്ഞു എന്നുള്ളൊരു തോന്നല. അപ്പോൾ ഞാനെപ്പോഴും പറയും, വലിയ കട്ടിക്കുള്ള കാര്യങ്ങളൊന്നും പഠിക്കാൻ പറ്റിയില്ലെങ്കിലും ഇത്തരം ചെറിയ കാര്യങ്ങളെങ്കിലും നമ്മളും പഠിക്കണം, നമ്മുടെ കുട്ടികൾക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കണം. രാമായണ മാസം എന്ന് പറഞ്ഞൊരു മാസമേ ഇല്ല അത്ര കേരളത്തിന് പുറത്തൊന്നും. അത് കേരളത്തിന് വേണ്ടി കണ്ടുപിടിച്ചതാണെന്നാണ് പറയുന്നത് രാമായണ മാസം. അങ്ങനെ അത് എന്നെ മാസം എന്ന് ചോദിച്ചു എന്നോട് തമിഴ്നാട്ടിലെ ഡാൻസ് ടീച്ചർ ഈ അടുത്ത കാലത്ത്. രാമായണ മാസം അതെന്നെ ഇതെന്ന് ചോദിച്ചു. അങ്ങനെ ഒരു മാസമേ ഇല്ല അത്രേ. അപ്പോൾ നമ്മൾ കണ്ടുപിടിച്ചത് എത്ര നന്നായില്ലേ കണ്ടുപിടിച്ചത്. എന്തൊരു നല്ല കൺസെപ്റ്റാന്ന് ഞാൻ വിചാരിക്കുക. ആ ഒരു മാസം എന്തായാലും കർക്കിടക മാസം, മഴ, ഇപ്പോൾ കാലം മാറിയത് കുറേ കാലം എത്ര മാറിയാലും നല്ല മഴയുണ്ട്, ഒരു കുറവുമില്ല. പണ്ടത്തെ കാലം എൻ്റെ കുട്ടിക്കാലത്ത് സ്കൂളിൽ പോയതിനെക്കാട്ടി കൂടുതൽ മഴയുണ്ടെങ്കിലേ ഉള്ളൂ. ഇപ്പോൾ അത്രയും മഴയൊക്കെ ഇപ്പോഴും ഉണ്ട്. അപ്പോൾ ആ മഴക്കാലത്ത് കൃഷിയൊന്നും നടക്കില്ല അല്ലേ. അപ്പോൾ നമ്മൾക്ക് വീട്ടിലിരുന്നായാലും നാമം ജപിച്ചും ഭക്ഷണം ലളിതമാക്കി ചുരുക്കിയും ഒക്കെ നമ്മൾ ഈ ദിവസങ്ങൾ നാമം ജപിച്ച് കടന്നു പോകട്ടെ എന്ന് തന്നെയാണ്, അതിനുവേണ്ടി തന്നെയാണ് കണ്ടുപിടിച്ചത് ഈ രാമായണ മാസം. നന്നായി എന്ന് എനിക്ക് എപ്പോഴും തോന്നും. ഇത്ര നന്നായി ഒരു മാസമെങ്കിലും മനുഷ്യനൊന്ന് കുറച്ച് സമാധാനം ഉണ്ടല്ലോ അല്ലേ. രാത്രി ഉച്ചയ്ക്ക് ഭക്ഷണം ഉണ്ടാക്കുമ്പോഴും കൂടെ നമുക്ക് സ്ത്രീകൾക്ക് മനസ്സിലാവും, ഒരു സമാധാനം ഉണ്ട്, രാമായണ മാസം തുടങ്ങിയല്ലോ, ഇനി വലിയ കട്ടിക്കുള്ള സാധനങ്ങളൊന്നും ഉണ്ടാക്കണ്ട, എളുപ്പത്തിലുള്ള എന്തെങ്കിലുമൊക്കെ അല്ലേ. അങ്ങനെ രാത്രി കുറച്ച് കഞ്ഞിയും ഒക്കെ കഴിച്ച് സമാധാനമായിട്ടുള്ള ദിവസങ്ങളാണ് ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ളത്. എല്ലാവരും പറയും മരണസമയത്ത് രാമായണം വായിക്കണം എന്ന്. എന്തിനാണ്? എന്നാൽ ഭാഗവതം വായിച്ചാൽ പോരെ? അത് ആർക്കെങ്കിലും അറിയോ? ആർക്കെങ്കിലും? നമ്മളൊക്കെ രാമായണം വായിക്കുന്നവരാണല്ലോ. എന്തുകൊണ്ടാണ് മരണസമയത്ത് രാമായണം വായിച്ചാൽ മതി എന്ന് പറയുന്നത്? എഴുത്തച്ഛൻ്റെ ഒരു ആദ്യ ഭാഗത്ത്, രാമായണത്തിൻ്റെ ആദ്യ ഭാഗത്ത് തന്നെ പറയുന്നുണ്ട്, മൃത്യു ശാസന പ്രോക്തം. അറിയായിരിക്കും അല്ലേ, ചിലർക്കെങ്കിലും അറിയാം. അതിൽ പറയുന്ന അതിൻ്റെ അർത്ഥം തന്നെ രാമനാമം ജപിക്കുന്നതും രാമായണം വായിക്കുന്നതും കേൾക്കുന്നതും ഒക്കെ മരണഭയം ഇല്ലാതാക്കും എന്നാണ്. അതിനുവേണ്ടി തന്നെയാണ് അത് കണ്ടുപിടിച്ചിരിക്കുന്നത്. ഒന്നും അറിയില്ലെങ്കിലും രാമനാമെങ്കിലും ജപിക്കുക. ഇത് മുഴുവനും വായിക്കാൻ പറ്റിയില്ലെങ്കിലും രാമനാമം ജപിച്ചുകൊണ്ടെങ്കിലും ദിവസങ്ങൾ കഴിഞ്ഞു പോകട്ടെ, ആ അവസാന കാലങ്ങളിൽ പോലും നമുക്ക് ബുദ്ധിമുട്ടില്ലാതിരിക്കട്ടെ എന്നാണ് എനിക്ക് നിങ്ങളോടും പറയാനുള്ളത്. അല്ല, അത്യാവശ്യപ്പെട്ട എന്തിനാ അപ്പോൾ ഇത് പറഞ്ഞതെന്ന് വെച്ചാൽ, ഒരു ചെറിയ കാര്യം പെട്ടെന്ന് ഓർമ്മ വന്നു, അത് ഞാൻ നിങ്ങളോടൊന്ന് പങ്കുവെക്കുകയാണ്. ആളുടെ പേര് ഞാൻ പറയുന്നില്ല, എൻ്റെ ഒരു ബന്ധുവാണ്, വലിയ നിരീശ്വരവാദിയാണ് കേട്ടോ. അദ്ദേഹം എൻ്റെ വീട്ടിൽ വരുമ്പോൾ എപ്പോഴും എന്നോട് ചോദിക്കും, ഗണപതിയുടെ വിഗ്രഹങ്ങളൊക്കെ കാണുമ്പോൾ ഈ വികലാംഗനെയാണോ പ്രാർത്ഥിക്കുന്നത് എന്ന്. ഞാനൊന്നും തിരിച്ച് പറയാറില്ല കേട്ടോ. എന്ത് പറയാനാണ് ഇങ്ങനെയൊക്കെ സംസാരിക്കും. നമ്മൾ കാണാറുണ്ടല്ലോ, ഈ നമ്മൾ എന്തെങ്കിലും പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും ഒക്കെ കമൻറ്റുകൾ എഴുതി നിറച്ച്
വീട്ടിലിരുന്ന് യാതൊരു പണിയുമില്ലാത്ത ആൾക്കാരിരുന്ന് എഴുതി നിറയ്ക്കും. ആരെങ്കിലും പറഞ്ഞു ഇതുമാതിരിയുള്ള ഒരു കാര്യമാണ് ഈ അമ്മാവൻ വീട്ടിൽ വന്നിരുന്നിട്ട് എന്നോട് എന്നുണ്ട്. എപ്പോൾ എന്നെ കണ്ടാലും എന്തായി വികലാംഗല്ല പ്രാർത്ഥന ഭക്തി എങ്ങനെ പോകണം. എനിക്കത് കേൾക്കുമ്പോൾ ഉള്ളിലേക്ക് ഒരു വേദന ഇങ്ങനെ തുളഞ്ഞിറങ്ങിയിട്ട് എന്തിനും ചോദിക്കരുത് നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ വിചാരിക്കുക. ഇപ്പോൾ അദ്ദേഹം വളരെ വയസ്സായി, ഒരിക്കലും അമ്പലത്തിൽ പോയിട്ടില്ല, വീട്ടുകാരെ ആരെയും വിടാറില്ല. അപ്പം അദ്ദേഹം തീരെ കിടപ്പിലാണ്. തീരെ കിടപ്പിലെന്ന് വെച്ചാൽ വെന്റിലേറ്ററിൽ നിന്ന് ഇറക്കി റൂമിലേക്ക് കൊണ്ടുവന്നു. ഇപ്പോൾ അതായത് ശരീരത്തിൻ്റെ ഒരു ഭാഗവും ശരിയായിട്ടില്ല. ഒരു ഭാഗവും കിഡ്നി അടിച്ചു പോയി കഴിഞ്ഞു. ബ്രെയിനിന് കാര്യമായിട്ട് എന്തോ ഒരു വളർച്ചയുണ്ട്. ഹാർട്ട് പകുതി പോയി കിടക്കുകയാണ്. ഒന്നും പോരാത്തതിന് മലം പോയിക്കൊണ്ടേയിരിക്കുക, നിൽക്കുന്നതേ ഇല്ല. മൂത്രം ഒഴിക്കാൻ വയ്യ. ഒരു തുള്ളി മൂത്രം പുറത്ത് വന്നപ്പോഴത്തേക്ക് അലറും കിടന്നിട്ട് അത്ര വേദനയാണ്. അപ്പോൾ കാല് രണ്ടും ഫ്രാക്ചറായിട്ടും ഇടുപ്പ് ഫ്രാക്ചറായിട്ടുമാണ് അദ്ദേഹത്തിനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്നത്. കുറേ ദിവസമായി ഇപ്പം അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. നമ്മൾ ആരെയും നല്ലത് പറഞ്ഞില്ലെങ്കിലും കുറ്റം പറയാതിരിക്കുക കേട്ടോ. നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ നിങ്ങൾ വിശ്വസിച്ചാൽ മതി. ഈശ്വരനിലോ നിങ്ങളുടെ ദൈവത്തിലോ നിങ്ങളുടെ കുടുംബത്തിലോ നിങ്ങളുടെ ഗുരുവിനെയോ ആരെയെന്ന് വെച്ചാൽ നിങ്ങൾ വിശ്വസിക്കണമെങ്കിൽ അനാവശ്യമായ കമൻസ് ഒഴിവാക്കാൻ ഈ കർക്കിടക മാസത്തിൽ ഒരു തീരുമാനം എടുത്തോളൂ കേട്ടോ. ഇത്തരം അനാവശ്യ കമൻസ് ഒരാളെ കണ്ടു കഴിഞ്ഞാൽ ഉടനെ ഒരുപാട് തടിച്ചുവല്ലേ, മിണ്ടാതിരുന്നാൽ മതി, അത് തടിക്കുകയോ മെലിയോ എന്തെങ്കിലും ചെയ്തോട്ടെ. അവർ കണ്ണാടി, ഞാൻ ഇന്ന് കണ്ണാടി നോക്കിയിട്ടാണ് വന്നത്. ഡ്രസ്സൊക്കെ എടുത്ത് കൊടുക്കുമ്പോൾ തന്നെ പോയത് സംയുക്ത വർമ്മ തന്ന മുണ്ടാണ് പറഞ്ഞ് ഞാൻ വളരെ സന്തോഷത്തോടു കൂടിയാണ് ഞാൻ ഇന്ന് വന്നത്. അപ്പം എന്നെ കണ്ട അതിന് മുടിയൊക്കെ പോയില്ലേ, എന്തിനാ ഇത് മുടി പോവോ വരുമോ, അത് എന്തിനാ പ്രതിമയൊന്നും അല്ലല്ലോ അല്ലേ, ഗാന്ധിജിയുടെ പ്രതിമയൊന്നും അല്ല. മനുഷ്യന് മുടി പോവും, മാറ്റങ്ങൾ വരും, തടി കൂടും, കുറയും, മെലിയും, കറക്കും, വെളുക്കും. ഇതൊന്നും നമ്മൾ ആവശ്യമില്ലാത്ത കമൻസ് പറയരുത് എന്നൊരു തീരുമാനം എടുക്കണം എന്ന് എല്ലാവരോടും അഭ്യർത്ഥിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വേദി ഞാൻ വീണ്ടും ഈ വേദിയിലേക്ക് വിളിച്ചതിലുള്ള നന്ദി ഞാൻ രേഖപ്പെടുത്തുകയാണ്. നന്ദി, നമസ്കാരം.